രേണുക സുധിക്കെതിരെ ഭയങ്കരമായിട്ടുള്ള വ്യാപകമായിട്ടുള്ള നെഗറ്റീവ് കമൻറ്റ്സ് സോഷ്യൽ മീഡിയയിൽ ഫുള്ള് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 2 ദിവസം മുമ്പ് രേണുക സുധി ഒരു വ്യക്തിയായിട്ട് നടത്തിയൊരു ഫോട്ടോ ഷൂട്ടാണെന്ന് ഞാൻ ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫോട്ടോ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു ക്യാപ്ഷനോടെയാണ് ഇട്ടിരുന്നത്. 2 കാമുകന്മാർ ഒന്നിച്ചിരിക്കുന്നു, ഇതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ് അടുത്ത ഇൻ്റർവ്യൂവിൽ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഒരു ക്യാപ്ഷൻ ഉണ്ടായിരുന്നത്. ഇത് വന്നതിന് ശേഷം എല്ലാവരും ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയി. കാരണം എന്ന് പറഞ്ഞാൽ ഇവർ കല്യാണം കഴിച്ചോ, കാരണം സുധി മരിച്ചിട്ട് അധികം നാൾ പോലും ആയിട്ടില്ല, അങ്ങനെ ഉടനെ തന്നെ കല്യാണം കഴിച്ചോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നാണ് അത് മനസ്സിലായത് ഒരു ഫോട്ടോ ഷൂട്ട് മാത്രമാണെന്ന്. പക്ഷേ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു, രേണുക സുധി ഇങ്ങനെ എന്തിനാണ് ചെയ്യുന്നതെന്നുള്ള കാര്യം പലരും ചോദിക്കുന്നുണ്ട്. ഇതിന് മുമ്പ് ഒരു കോൺട്രവേഴ്സി ആയിട്ടുണ്ടായിരുന്ന ഒരു ആൽബം, ഒരു റൊമാൻറ്റിക് ആൽബം ചെയ്തിരുന്നു. അതും ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നെഗറ്റീവ് കമൻസും കാര്യങ്ങളും ഒക്കെ. എല്ലാവരും പറയും ഇങ്ങനെ പണിയെടുത്ത് ജീവിക്കുന്നതിനെക്കാട്ടി നല്ല രീതിയിൽ പണിയെടുത്ത് ജീവിക്കുന്നതല്ലേ നല്ലത്, ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം നാടകത്തിലൊക്കെ അഭിനയിക്കുന്നുണ്ട് അതങ്ങനെ തന്നെ ചെയ്തുകൂടെ, ഇങ്ങനെയൊക്കെ ആൾക്കാരെ പറ്റിക്കുന്ന രീതി ചെയ്യേണ്ട കാര്യം എന്തെന്ന് ചോദിച്ച് സോഷ്യൽ മീഡിയയിൽ ഫുള്ള് രേണുവയ്ക്കെതിരെ ഭയങ്കരമായിട്ട് എതിരാണ്. ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ, അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് പൈസ സമ്പാദിക്കേണ്ട കാര്യങ്ങളില്ലല്ലോ, നല്ല രീതിയിൽ നാടകമാണോ അതിനെല്ലാം ചെയ്താൽ അതിൽ നിന്ന് പൈസ കിട്ടുന്നുണ്ടെങ്കിൽ അത് ചെയ്തുകൂടെ, ഇങ്ങനത്തുള്ള വാക്കുകളവരെ പറ്റിച്ച് ഇങ്ങനെ ക്യാപ്ഷനൊക്കെ ആവശ്യമില്ലാത്ത രീതിയിലിട്ട് ഇതിനൊക്കെ എന്താണ് പറയേണ്ടതെന്നൊന്നും മനസ്സിലാവുന്നില്ല. നേരത്തെ ഭയങ്കരമായിട്ട് രേണുകയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചവർ പോലും ഇത് വന്നതിന് ശേഷം കുറേയധികം പേര് നെഗറ്റീവായിട്ട് സംസാരിക്കുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് എല്ലാവരും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതി, അതും ആ ഒരു കമൻറ്റ് സെക്ഷനിൽ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും എന്തുമാത്രം നെഗറ്റീവ് കമൻസാണ് വന്നിട്ടുള്ളതെന്ന്. ഇതിന് റിപ്ലൈ ഓരോ കാര്യങ്ങൾ പോലും രേണുക പറഞ്ഞിട്ടില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ഇത്രമാത്രം നെഗറ്റീവ് കമൻസ് ഉണ്ടാക്കുന്നത് ഇങ്ങനത്തുള്ള പ്രവൃത്തിയാണ്. നല്ല രീതിയിൽ ജീവിച്ചു പോകാനുള്ളതിന് പകരം ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്തിനാണെന്നാണ് പലരും കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്നത്.